ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ നിൽക്കുന്നത് നിങ്ങളുടെ ചിന്തകളുടെ വലുപ്പമാണെങ്കിലോ? നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്നത് നിങ്ങളുടെ കഴിവോ സമയമോ റിസോഴ്സുകളോ അല്ല, മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയാണെങ്കിലോ? പല ആളുകൾക്കും വളരാൻ സാധിക്കാത്തത് വലിയ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോയി അവ മിസ്സാകുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ ചെറുതായി ചിന്തിച്ച് അത് സാധ്യമാക്കി അതിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. മൈറൺ ഗോൾഡൻ പറയുന്നത് $1 മില്യൺ ഇൻകം ഉണ്ടാക്കുന്നതിന് മിനിമം വേജ് മൈൻഡ് സെറ്റ് കൊണ്ടു നടക്കുന്നത് സഹായകരമാകുകയില്ല എന്നതാണ്. ചെറുതായി ചിന്തിക്കുന്നതാണ് സക്സസിലേക്ക് നീങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സക്സസ് കോച്ചും സ്പീക്കറും ഓഥറും ഓൺട്രപ്രീനറുമായ മൈറൺ ഗോൾഡൻ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ചെറുതായി ചിന്തിക്കുന്നതാണ് സക്സസിന് തടസ്സമായി നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. എന്നാൽ എന്തുകൊണ്ടാണ് ആളുകൾ ചെറുതായി ചിന്തിക്കുവാനുള്ള പ്രവണത സത്യത്തിൽ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിനോട് കണ്ടീഷൻഡായി എന്നതുകൊണ്ടാണ്. അത് മുൻപ് സംഭവിച്ച പരാജയമോ ഭയമോ മറ്റുള്ളവരുടെ അഭിപ്രായമോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുമാകാം. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ചുരുക്കുന്നത് കൊണ്ടാകാം. എന്നാൽ മൈറൺ ഗോൾഡൻ പറയുന്നു, നിങ്ങളുടെ വരുമാനത്തിന് യോജിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചുരുക്കുന്നതിന് പകരം നിങ്ങളുടെ വരുമാനത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസൃതമായി വികസിപ്പിക്കുകയാണ് വേണ്ടതെന്ന്. ചെറുതായി ചിന്തിക്കുന്നത് നിങ്ങളെ സേഫായി നിലനിർത്തുമെങ്കിലും അത് നിങ്ങളെ സ്റ്റക്കായി നിലനിർത്തും. വളരാൻ അത് നിങ്ങളെ സഹായിക്കുകയില്ല. മറ്റൊരു കാര്യം, ചെറുതായി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ, സ്വാധീനിക്കാൻ സാധിക്കുന്ന വ്യക്തികളുടെ എണ്ണത്തെ ലിമിറ്റ് ചെയ്യുകയാണ്. വലുതായി ചിന്തിക്കുന്നത് അഹങ്കാരമല്ല, അത് സത്യത്തിൽ നമ്മൾ നമ്മുടെ ലൈഫ് പർപ്പസുമായി സംയോജിച്ചു പോകുന്നതിൻ്റെ തെളിവാണ്. മൈറൺ ഗോൾഡൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവമൊരു ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള പവറും തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന സ്വപ്നങ്ങൾ യാദൃശ്ചികമല്ല, മറിച്ച് അത് ഡിവൈനാണ്, ദിവ്യമാണ്. പക്ഷേ അത് പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ വലുതായി ചിന്തിച്ചേ മതിയാകൂ. ഈ ഒരു മാസത്തെ ഞാൻ എങ്ങനെ അതിജീവിക്കും എന്ന് സ്വയം ചോദിക്കുന്നതിന് പകരം വലുതായി ചിന്തിക്കുന്നവർ സ്വയം ചോദിക്കുന്നത് തലമുറകളോളം നിലനിർത്താൻ സാധിക്കുന്ന മൂല്യം പ്രദാനം ചെയ്യുന്ന ഏത് കാര്യം എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നതാണ്. മൈറൺ ഗോൾഡൻ പറയുന്നു, നിങ്ങൾ പേ ചെയ്യപ്പെടുന്നത് നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തെ പരിഹരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. നിങ്ങൾ വലുതായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാഞ്ഞില്ലാതാകുന്നില്ല, മറിച്ച് അവയെ കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, കരുത്ത് വളരുകയാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ പ്രാപ്തരാകുന്നു. എങ്ങനെ ചെറുതായി ചിന്തിക്കുന്ന സ്വഭാവത്തിൽ നിന്നും പുറത്തു വരാം? ഇതിനായി അദ്ദേഹം ചില വഴികൾ പറയുന്നുണ്ട്. 1. വലുതായി ചിന്തിക്കുന്ന വ്യക്തികളുടെ കൂടെ സമയം ചിലവഴിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളാൽ ചുറ്റപ്പെടുന്നത്. 2. മെന്റർഷിപ്പിലും കോച്ചിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 3. സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെന്ന്, അതിനുശേഷം അതിന് യോഗ്യമായ വ്യക്തിയിലേക്ക് വളരുന്നത്. 4. ട്രസ്റ്റ് ദി പ്രോസസ്, ആ ഒരു പ്രക്രിയയെ വിശ്വസിച്ചുകൊണ്ട് സാധിക്കുന്ന പോലെ മുന്നോട്ട് ചുവടുകൾ എടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതിലും 10 ഇരട്ടി വലുതായി ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? ഏതൊക്കെ സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത്? ഏതൊക്കെ ഭയങ്ങളെയായിരിക്കും നിങ്ങൾ നേരിടുന്നത്? നിങ്ങൾ എന്തായിരിക്കും വരും തലമുറയ്ക്കായി നീക്കിവെക്കുന്നത്? മൈറൺ ഗോൾഡൻ പറയുന്നു, നിങ്ങൾക്ക് എന്തു വേണമെന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, മറിച്ച് നിങ്ങൾ മനസ്സിൽ കാണുന്നവയാണ്, മനസ്സിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷൻ അല്പം കൂടി വലുതാക്കാം. നിങ്ങൾ കുറവിൻ്റെ, ഭയത്തിൻ്റെ, പരിമിതികളുടെ ജീവിതം നയിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല, മറിച്ച് വളരുവാനും കൊടുക്കുവാനും തിളങ്ങുവാനും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തിങ്ക് ബിഗ്, കാരണം നിങ്ങളുടെ ഭാവി അതിനെ ആശ്രയിച്ചാണ് ഉള്ളത്, കൂടെ നിങ്ങൾ സ്വാധീനിക്കാൻ പോകുന്ന ആളുകളുടെ ഭാവിയും. ഈ ഒരു മെസ്സേജ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ബിഗ് ഗോൾ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുമല്ലോ. മൈറൺ ഗോൾഡിന്റെ ഒരു മനോഹരമായ വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
ഇഫ് യു ആർ നോട്ട് സ്കേർഡ് ബൈ ദ ഗോൾ, ഇറ്റ്സ് പ്രോബബ്ലി നോട്ട് ബിഗ് ഇനഫ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നതല്ലെങ്കിൽ അവ മതിയായ വലിപ്പമുള്ളവയല്ല എന്നർത്ഥം.